Hi friends, welcome to my channel. This is Martin with you. In this video, we will study staccato and spiccato in the video. The difference is that we video. What a simple video. This is watch our channel first time. Our channel subscribe bell icon enable videos. Video. Now, we will staccato and the violin staccato and spiccato bow tension, bow hair tension. That's very important. Staccato and spiccato both loose tight but over tight medium bowing bounce hair പിന്നെ കൂടുതലും ഇത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ കെയർ ചെയ്യേണ്ട കാര്യമൊന്നും നമ്മുടെ ഇന്ന് ചിലപ്പം ചിലപ്പോൾ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകാണ്ടും അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകളിലൂടെ നമുക്ക് ഇതിനെ റെഡിയാക്കി എടുക്കാം അപ്പം സ്റ്റെക്കാറ്റോ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് ആദ്യം കാണിച്ചു തരുന്നത് അപ്പോൾ സ്റ്റെക്കാറ്റോ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നത് ഈസി ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ബോയുടെ ഒരു ഹാഫ് ബോ യൂസ് ചെയ്താൽ മതി അതായത് ഹീലിൽ നിന്ന് മിഡിൽ വരെ യൂസ് ചെയ്താൽ മതിയാവും അപ്പം ഇത്രയും മതി അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്റ്റെക്കാറ്റോനോട് വായിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബോ നമ്മൾ സ്ട്രിങ്ങിൽ വെച്ചിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാമ്പിൾ കണ്ടോ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ഓർക്കണം നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് വായിക്കുക നമ്മുടെ ബോയുടെ ലെങ്ത് കൂട്ടാതിരിക്കുക ബോയുടെ അങ്ങനെ വായിക്കരുത് അങ്ങനെ വായിച്ച് നമുക്ക് സ്റ്റെക്കാറ്റോ കിട്ടില്ല വളരെ ഷോർട്ടാക്കണം നമ്മുടെ ബോയുടെ ലെങ്ത് വളരെ ഷോർട്ടാക്കി വായിച്ചാൽ നമുക്ക് സ്റ്റെക്കാറ്റോ നോട്ടുകൾ നമുക്ക് എടുത്തുള്ളൂ കണ്ടോ നമ്മളിപ്പം ഇത്ര മതിയാവും ഒരു ചെറിയൊരു പോർഷൻ ഏകദേശം നമ്മുടെ ബോയുടെ ഒരു ഇത്രം പാർട്ട് മതിയാവും നമുക്ക് ആ സ്റ്റെക്കാറ്റോ നോട്ട്സ് വായിക്കേണ്ടത് ഒത്തിരി ലെങ്തി ആക്കി വായിച്ചാൽ നമുക്കത് ഡിഫറെൻ്റ് ആയിരിക്കും നോട്ട് കേൾക്കുന്നത് ഈ സെയിം സാധനം ഞാൻ ബോ കുറച്ച് ലെങ്തി വായിച്ചാൽ കണ്ട എൻ്റെ സ്റ്റൈൽ പോയി അപ്പം സ്റ്റെക്കാറ്റോ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബോ സ്ട്രിങ്ങിൽ വെച്ചിട്ട് നമ്മൾ നോട്ട്സുകൾ വായിക്കാൻ തുടങ്ങാം അപ്പം ഇത് വായിക്കാണ്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കെയിൽസ് നല്ലതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് വായിക്കാം അപ്പം എല്ലാ നോട്ടുകളും 2 ടൈംസ് ഇപ്പം ഞാൻ ഡി മേജർ ആണ് വായിച്ചത് അപ്പം ഡി മേജർ ആണെങ്കിൽ നമുക്ക് ഡി ഡി ഇ ഇ എഫ് എഫ് ജി ജി അങ്ങനെ എല്ലാ നോട്ടുകളും 2 ടൈംസ് വായിക്കാം അപ്പം ഹീൽ കൊണ്ട് വായിക്കാം അപ്പം നമ്മൾ സ്ട്രിങ്ങിൽ ബോ വെച്ചിട്ട് ഇതാണ് ഇത് നമുക്ക് ഇവിടുന്ന് വായിക്കുകയാണെങ്കിലും ഇവിടെ നിന്ന് വായിച്ചാലും സെയിം ആ ഒരു എഫക്ട്സ് കിട്ടാറുണ്ട് കൂടുതൽ നമ്മൾ ഹീൽ പാർട്ടിലാണ് നമ്മൾ സ്റ്റെക്കാറ്റോ നോട്ടുകൾ പ്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെ സ്പിക്കാറ്റോ എന്താണ് സ്പിക്കാറ്റോ എന്ന് ഞാൻ പറയുന്നത് സ്പിക്കാറ്റോ നമ്മൾ എയറിൽ നിന്ന് നമ്മൾ നേരെ നോട്ടിലേക്ക് ബോയിൽ നിന്ന് വരുന്നതിനാണ് നമ്മളെ ഹണിമാൻ ട്യൂട്ടറിലൊരു ലെസൺ ഉണ്ട് ബ്ലൂബേർഡ്സ് ഓഫ് സ്കോട്ട്ലാൻഡ് ഉണ്ടോ അത് വായിക്കുന്നത് അപ്പർ തേർഡ് പാർട്ട് കൊണ്ടാണ് വായിക്കുന്നത് അപ്പം ഇതുകൊണ്ട് വായിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ വളരെ സ്ലോയിൽ പ്രാക്ടീസ് ചെയ്തു വരുന്ന സ്കെയില് ഉണ്ടോ അപ്പം നമ്മൾ വായിക്കുമ്പം ഇങ്ങനെ വായിക്കണം അത് നമ്മൾ എയറിൽ നിന്ന് സ്ട്രിങ്ങിലേക്ക് വരണം അപ്പം നമ്മൾ വായിക്കുമ്പം ഇങ്ങനെ വരുന്ന ഒരു പാറ്റേണാണ് നമ്മൾ സ്പിക്കാറ്റോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും സ്റ്റെക്കാറ്റോ എന്താണ് സ്പിക്കാറ്റോ എന്താണ് അപ്പം നമുക്കിത് സ്റ്റെക്കാറ്റോ മാത്രമാണ് കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ളത് സ്പിക്കാറ്റോ അധികം കേട്ടിട്ടില്ല അപ്പോൾ ഈ സ്പിക്കാറ്റോ നോട്ടുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ അതുപോലെ ഹണിമാനിൽ വേറൊരു ലെസണുണ്ട് Staccato study എന്ന് പറഞ്ഞൊരു എക്സസൈസ് ഉണ്ട് അത് ഈ സ്പിക്കാറ്റോ സ്റ്റൈലിലാണ് വായിക്കേണ്ടത് കാരണം അവർ അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന സ്റ്റെക്കാറ്റോ സ്റ്റൈൽ വായിക്കേണ്ടത് പറഞ്ഞാൽ പ്രത്യേകം അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പർ തേർഡ് കൊണ്ട് പാർട്ട് കൊണ്ട് വായിക്കാൻ പറയുന്നുണ്ട് അപ്പം നമുക്കത്
നമുക്ക് ആ ലെസൺ എടുത്തിട്ട് നമുക്ക് സ്പിക്കാറ്റോയിൽ പ്രാക്ടീസ് ചെയ്യാം. അവർ പറഞ്ഞത് സ്ട്രിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ സ്പിക്കാറ്റോ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്റ്റൈലിൽ നമുക്ക് അതിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാക്ടീസ് സെക്ഷൻ വളരെ സ്ലോ ആയിരിക്കണം. നമ്മൾ എന്ത് കണ്ടന്റ് ആണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, ആ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടന്റ് വളരെ വളരെ സ്ലോയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അത് എവിടെ കൊണ്ടാണ് വായിക്കുന്നത്, ഏത് ഹീലാണോ അല്ലെങ്കിൽ അപ്പർ പാർട്ടാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രം പ്രാക്ടീസ് ചെയ്യാൻ മതിയാവും. ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ നോട്ട്സുകൾ ക്ലീൻ ആയിട്ട് നമ്മളിലേക്ക് എത്തും. അപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ സ്റ്റെക്കാറ്റോയും സ്പിക്കാറ്റോയും. അപ്പം നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ കൂടുതലും സ്റ്റുഡൻസും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മിസ് ചെയ്ത് പോകാറുണ്ട്. ഇപ്പോൾ നമ്മൾ ലെസൺ എടുത്ത് വായിച്ച് പോകാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ മനസ്സിലാക്കി പോകണം. നമ്മൾ ലെസൺ വായിച്ച് പോകുന്നതല്ല, ഇങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോയാൽ നമ്മുടെ പ്ലേയിങ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഡെവലപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണിത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കാണുന്നവർ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഹാവ് എ നൈസ് ഡേ. ബൈ.